അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ST മീഡിയ പ്രേക്ഷകർക്ക് ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് ഹാർദമായ സ്വാഗതം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന നേതാവും പ്രമുഖ പ്രഭാഷകനുമായ മുജാഹിദ് ബാലുശ്ശേരിയെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടക്കുന്നതായി വിവരം ലഭിച്ചു. ഇഖ്റ സലഫി ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയും ഖമറുദ്ദീൻ സാഹിബും തമ്മിൽ നടന്ന ഒരു ചർച്ച വിവാദമായതോടുകൂടിയാണ് അദ്ദേഹത്തെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ ആലോചന നടത്തിയത്. ഇഖ്റ സലഫി ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയം ഖമറുദ്ദീൻ സാഹിബുമായി മുജാഹിദ് ബാലുശ്ശേരി ചർച്ച ചെയ്യുകയുണ്ടായി. ഇസ്തിഗാസക്ക് വല്ല തെളിവുമുണ്ടോ എന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ഖമറുദ്ദീൻ സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ഇസ്തിഗാസ ചെയ്യുന്ന ഹദീസ് രേഖയായി വിട്ടുകൊടുത്തു. വഹാബികളുടെ പതിവ് ശൈലിയിൽ അത് ലൈഫാണ്, അതിൽ ഇസ്തിഗാസയില്ല എന്നൊന്നും പറയാൻ കഴിയാതെ കുടുങ്ങിയ മുജാഹിദ് ബാലുശ്ശേരി ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ പാടുള്ളത്, ആ ഹദീസിൽ പഠിപ്പിക്കുന്ന ദുആ ഏത് സ്വഹാബിയോടാണോ പറഞ്ഞിട്ടുള്ളത് ആ സ്വഹാബിക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, മറ്റു സ്വഹാബികൾക്കോ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർക്കോ ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല എന്ന ഒരു വാദം തട്ടിവിട്ടു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ വാദം കേട്ട ഉടനെ ഖമറുദ്ദീൻ സാഹിബ് ചോദിച്ചു, അത് പ്രാമാണികമായി തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ എന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഖമറുദ്ദീൻ സാഹിബിനെ ഇഖ്റ സലഫി ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതാണ് പിന്നീട് നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു അനുഭവം നേരിട്ട ഖമറുദ്ദീൻ സാഹിബ് ചില ഗ്രൂപ്പുകളിൽ പോയി മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും തെളിവില്ലാത്തതുമാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം വാദമാണെന്നും അതുകൊണ്ടാണ് എന്നെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതെന്നും വാദമുന്നയിച്ചപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയും മുജാഹിദ് ബാലുശ്ശേരിയോട് ആ തെളിവ് ചോദിക്കാൻ വേണ്ടിയും മുജാഹിദ് ബാലുശ്ശേരിക്ക് ആ തെളിവ് നൽകാനുള്ള അവസരമൊരുക്കാൻ വേണ്ടിയും മുജാഹിദ് ബാലുശ്ശേരി തന്നെയുള്ള ഒരു വിഭാഗത്തിനും യാതൊരു തടസ്സവുമില്ലാതെ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന വളരെ നിഷ്പക്ഷമായി പെരുമാറുന്ന അഡ്മിന്മാരുള്ള സലഫി വിശേഷൻ ഗ്രൂപ്പിലേക്ക് ഖമറുദ്ദീൻ സാഹിബിനെ കൂടി ആഡ് ചെയ്യുകയാണുണ്ടായത്. മുജാഹിദ് ബാലുശ്ശേരി മുമ്പേ തന്നെ അഡ്മിനായിട്ടുള്ള, ഇപ്പോഴും അഡ്മിനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സലഫി വിശേഷം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് ഖമറുദ്ദീൻ സാഹിബിനെ ആഡ് ചെയ്യുകയും അഡ്മിനാക്കുകയും ചെയ്തുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയോട് നിങ്ങൾക്ക് ധൈര്യമായി ഈ ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് തെളിവ് ചോദിക്കാം, അങ്ങനെ ഒരു ചർച്ച നടക്കട്ടെ എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഖമറുദ്ദീൻ സാഹിബ് തെളിവ് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന് ഖമറുദ്ദീൻ സാഹിബിൻ്റെ ചോദ്യത്തിന് ഈ വോയിസ് ഇടുന്ന സമയം വരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ST മീഡിയ അതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണം നടത്തി. അന്വേഷണത്തിൽ ST മീഡിയക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അറബി ഇബാറത്ത് പോലും വായിക്കാനോ ഉള്ള ഒരു വിവരം മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തെ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ തെളിവ് ചോദിക്കാനുണ്ടായ വാദം മുജാഹിദ് ബാലുശ്ശേരി പറയാൻ കാരണം ഫൈസൽ മൗലവിയെ പോലെയുള്ള, ഹുസൈൻ സലഫിയെ പോലെയുള്ള പ്രമുഖരായ മൗലവിമാരിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിസ്ഡം ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് കിട്ടിയ മറുപടി സലഫി വിശേഷം ഗ്രൂപ്പിൽ എന്നല്ല, ഒരു ഗ്രൂപ്പിലും മേലാൽ നിങ്ങൾ സംസാരിച്ചു പോവരുത് എന്ന മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. നാളെ നടക്കുന്നു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചുവല്ലോ. നമ്മൾ തീരുമാനിച്ചതാണല്ലോ. ഞാനും നിഷേധിക്കില്ല, നിങ്ങളും നിഷേധിക്കില്ല.
അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. സോഷ്യൽ മീഡിയകളിൽ എന്നെ നിന്ദിക്കുമ്പോഴും ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ സംഘാടകർ എന്നെ വിളിച്ച് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതിന് പോണത് എന്ന് ചോദിക്കുമ്പോഴും ഞാനിതൊന്നും അറിയുന്നില്ല. ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളോട് പറയുന്നത് മഹാ ചീപ്പാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, വിസ്ഡം വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചുകൊണ്ട് ഇഖ്റ സലഫി ഗ്രൂപ്പിലും സലഫി വിശേഷം ഗ്രൂപ്പിൽ പ്രത്യേകിച്ചും സുന്നികളുടെ ഗ്രൂപ്പുകളിലും നിങ്ങൾ സംസാരിച്ചാൽ, ഇനിയൊരു വോയിസ് ഇട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചാൽ നിങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നൊരു ഭീഷണിയാണത്രേ മുജാഹിദ് ബാലുശ്ശേരിക്ക് കേൾക്കാൻ സാധിച്ചത്. 2 ജിന്ന് ചികിത്സാ കേന്ദ്രമുണ്ടാക്കണമെന്ന വിഷയമെടുത്തിട്ടപ്പോൾ സക്കരിയ മൗലവി കടവത്തൂരിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരി ഉള്ള സ്ഥലത്തേക്ക് പോവുകയും സക്കരിയ മൗലവിയുടെ തൊള്ളയിൽ തോന്നിയതൊക്കെ കേൾക്കേണ്ടി വന്ന ഒരനുഭവവും മുജാഹിദ് ബാലുശ്ശേരിക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനേക്കാൾ രൂക്ഷമായി, അതിനേക്കാൾ പരുഷമായിട്ടാണ് ഇപ്പോഴുള്ള വിസ്ഡം നേതാക്കന്മാർ മുജാഹിദ് ബാലുശ്ശേരിയോട് പെരുമാറിയിട്ടുള്ളത് എന്നാണ് ST മീഡിയക്ക് വിസ്ഡം വിഭാഗത്തിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയിത്തീരുന്നതെന്ന് അവർക്കല്ലാതെ വേറൊരാൾക്ക് പറയാൻ കഴിയില്ല. എൻ്റെ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ഞാൻ പറയും. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയും. പറയാത്ത പറഞ്ഞിട്ടില്ല എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് കുറ്റപ്പെടുത്താം, കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ല. അതുകൊണ്ട് ST മീഡിയയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, മുജാഹിദ് ബാലുശ്ശേരിയെ സലഫി വിശേഷം ഗ്രൂപ്പിൽ വെച്ച് നടത്താമെന്നേറ്റ സംവാദത്തിൽ വരാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുത്, നിങ്ങൾ പരിഹസിക്കരുത്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. മുജാഹിദ് ബാലുശ്ശേരിക്ക് സലഫി വിശേഷം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മറ്റ് സലഫി ഗ്രൂപ്പുകളിലും സുന്നി ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ സ്റ്റേജുകളിൽ വെച്ച് പറഞ്ഞത് കേട്ട് പഠിച്ചിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരി അതുപോലെ പറയുകയാണ് ഉണ്ടായത്. അതിന് തെളിവ് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹവും പ്രതീക്ഷിച്ചില്ല. തെളിവ് ചോദിച്ചപ്പോൾ വലിയ ആവേശത്തോടുകൂടി എൻ്റെ നേതാക്കന്മാർ പറഞ്ഞതാണല്ലോ എന്ന് മനസ്സിലാക്കി ആ നേതാക്കന്മാരോട് തെളിവ് ചോദിച്ചപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി അവരുടെ തന്നെ ഗ്രൂപ്പായ സലഫി ഇഖ്റ ഗ്രൂപ്പുകളിലും മറ്റു സലഫി ഗ്രൂപ്പുകളിലും ഇപ്പോൾ സംസാരിക്കാറില്ല. പോകരുതെന്ന് വിലക്കിയത് കൊണ്ടാണ്. സലഫി വിശേഷം ഗ്രൂപ്പിലും അദ്ദേഹം സംസാരിക്കാത്തത് വിലക്കുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു വോയിസ് വിട്ടാൽ അദ്ദേഹത്തിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭയമുള്ളത് കൊണ്ടാണ് തൽക്കാലം അദ്ദേഹത്തിന് ആ സംഘടനയിൽ നിൽക്കേണ്ടത് അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരും കുറ്റപ്പെടുത്തരുതെന്ന് പരിഹസിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.